നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പാറ്റാശല്യം എങ്ങനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാം എന്നുള്ള ഒരു ടിപ്പാണ്. അതുമാത്രമല്ല, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ടിപ്സുകളിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് മല്ലിയില കുറച്ച് കൂടുതലായിട്ടൊക്കെ നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത് അഴുകി പോകാതെ അല്ലെങ്കിൽ ചീഞ്ഞൊക്കെ പോകാതെ എങ്ങനെ നല്ല വൃത്തിയായിട്ട് കുറച്ച് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാം എന്നുള്ള ഒരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് മല്ലിയില ഇങ്ങനെ വേരോട് കൂടിയാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഈ വേരങ്ങനെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തിട്ട് ഈ തണ്ടും ഇലയും മാത്രമായിട്ട് എടുക്കുക. ഞാനിപ്പോൾ വേര് കളഞ്ഞിട്ട് തണ്ടും ഇലയും മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന സമയത്ത് കഴുകി ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് നല്ല ടിഷ്യൂ പേപ്പർ എടുക്കുക. 2 കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഈ മല്ലിയില നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് വെക്കണം. ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ മല്ലിയില 1 മാസത്തോളമൊക്കെ കേട് വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മളിനി ഈ ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ടൊന്ന് മല്ലിയില പൊതിഞ്ഞെടുക്കുകയാണ്. ഇതിനു മുമ്പൊരു കറിവേപ്പില സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ മല്ലിയില ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഈ ഒരു മല്ലിയില വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് സ്റ്റോർ ചെയ്യാം. അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മല്ലിയില ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ 2-3 ടിഷ്യൂ പേപ്പർ കൂടി ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. ഒട്ടും തന്നെ ഈർപ്പം മല്ലിയിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് മല്ലിയിലയൊക്കെ ഇങ്ങനെ കഴുകിയിട്ടാണെങ്കിൽ നന്നായിട്ട് അതിൽ ഈർപ്പമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. ഞാൻ എപ്പോഴും കൂടുതൽ മല്ലിയില വാങ്ങുന്ന സമയത്ത് ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് മല്ലിയില കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ വീട്ടിൽ വറ്റൽമുളകൊക്കെ കൂടുതൽ വാങ്ങുന്ന സമയത്ത് അത് പെട്ടെന്ന് കേടായി പോകാറുണ്ടല്ലേ. ചില വറ്റൽമുളകിലൊക്കെ നന്നായിട്ട് പൂപ്പൽ വരാറുണ്ട്. എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്. കൂടുതൽ വറ്റൽമുളക് വാങ്ങി വെച്ച സമയത്ത് ഇതുപോലെ പൂപ്പൽ കയറി പോയിട്ടുണ്ട്. അതുപോലെ ഈ മുളകിനകത്ത് ചെറിയ ചെറിയ പ്രാണികളും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തണുപ്പ് കാലവും മഴക്കാലവും ഒക്കെ ആകുന്ന സമയത്ത് ഇതുപോലെ പ്രാണികളൊക്കെ വരും. അതിനായിട്ട് ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ഈ മുളകിലേക്ക് ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കുന്നത്. കുറച്ചധികം കായപ്പൊടി ഇങ്ങനെ മുളകിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് കായപ്പൊടി എടുക്കാം കേട്ടോ. ഇതുപോലെ തൂവി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ട, ഇതുപോലെ പാത്രം കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ മുളക് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. കടയിൽ നിന്ന് വാങ്ങുന്ന പടി നമ്മളിങ്ങനെ ചെയ്യരുത്. കഴുകി നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതുപോലെ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഞാനിനി ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇതുപോലെ മുളകൊക്കെ ഇട്ട് സൂക്ഷിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിലോ മുളക് വേണമെങ്കിലും ഒരുപാട് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. കേടൊന്നും വരില്ല, പൂപ്പലോ പ്രാണികളോ ഒന്നും കയറാതെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ഇനി നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനിതുപോലെ കുറച്ച് നാൾ മുന്നേ ഒരു ബോട്ടിലിൽ ഇതുപോലെ കായപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നേരത്തെ കാണിച്ച ആ പൂപ്പൽ പിടിച്ച മുളകില്ലേ, അതിൻ്റെ കൂടെ വാങ്ങിച്ച മുളകാണിത്. ഇത് ഞാനിതുപോലെ ബോട്ടിലിട്ട് വെച്ചതുകൊണ്ട്, ഈ കായപ്പൊടി ഇട്ട് വെച്ചതുകൊണ്ട് ഇത് കേടായില്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് കടുക് വറുക്കുന്ന സമയത്തൊക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള മുളകും കൂടെ ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിയിലുള്ള ഈ കായത്തിൻ്റെ പൊടിയൊക്കെ കളയണ്ട, അത് നമുക്ക് ഈ ബോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് നിങ്ങളും ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. നമ്മളിങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ അത് കേടാവുകയും ചെയ്യും. ഫ്രിഡ്ജിലാണെങ്കിലും കേടാവും. ഇനി അങ്ങനെ കേട് വരാതിരിക്കാനായിട്ട് തേങ്ങ നമ്മളിങ്ങനെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് തിരുമിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ തേങ്ങ കേടാകാതെ ഇരിക്കും. ഞാനിവിടെ ഉപ്പുകല്ല് കൊണ്ടാണ് ഇങ്ങനെയൊന്ന് തിരുമ്മി വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉപ്പുപൊടിയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇതൊന്ന് തിരുമ്മി വെച്ചാൽ മതി. തേങ്ങ കുറച്ച് ദിവസത്തേനൊക്കെ കേടുവരാതെ ഇരുന്നോളും.
ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം. പാറ്റയൊക്കെ ഓടിക്കാനായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണിത്. ഇതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഡിഷ് വാഷ് ലിക്വിഡ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനെഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുള്ള വിനെഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും കേട്ടോ. വിനെഗർ കൂടി ഒഴിക്കുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന സോഡാപ്പൊടിയും അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും വിനെഗറും എല്ലാം കൂടെ ഒരുപോലെ ഒന്ന് യോജിച്ച് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒരു ബോട്ടിലെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ഭാഗത്തോളം വെള്ളം എടുത്ത് ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നും നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കി വെച്ചാൽ മതി. ഇത് നമുക്ക് പാറ്റയും പല്ലിയും ഓടിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ കിച്ചൺ ടോപ്പും അതുപോലെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ലെമൺ ഗ്രാസ് ഓയിലാണ്. ഇതാണ് ഞാൻ ആദ്യം മുതൽക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഈ ഒരു ലെമൺ ഗ്രാസ് ഓയിലിൻ്റെ ബോട്ടിൽ. ഇതിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിൽ കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ലെമൺ ഗ്രാസ് ഓയിലിൻ്റെ ബോട്ടിൽ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ച് മാത്രം ഉണ്ടായിരുന്നു, ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പുതിയത് വാങ്ങിച്ച ലെമൺ ഗ്രാസ് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. ഞാൻ കുറച്ച് നാളായിട്ട് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കിച്ചണിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പാറ്റകളൊന്നും നമ്മുടെ കിച്ചൺ ടോപ്പിൽ വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി നമുക്ക് ലെമൺ ഗ്രാസ് ഓയിൽ ഏകദേശം 1 ടീസ്പൂണോളം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ബോട്ടിലേക്ക് ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ എന്നും കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് രാത്രിയിൽ ഈ ഒരു വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായി കിച്ചണൊക്കെ തുടച്ച് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്പ്രേ ട്രിഗർ വാങ്ങാനായിട്ട് കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ചെറിയ വിലയുള്ളൂ. അത് വാങ്ങിയതിന് ശേഷം നമ്മുടെ സാധാരണ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ട്രിഗർ. അപ്പോൾ നമുക്ക് മിനറൽ വാട്ടറിൽ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കിച്ചൺ ടോപ്പൊക്കെ ഈ ഇതുപോലെ സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലും നമുക്കിതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. എത്ര കട്ടിയുള്ള അഴുക്കാണെങ്കിലും എണ്ണമയമൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ക്ലീനായി ഒറ്റത്തവണത്തെ യൂസ് കൊണ്ട് തന്നെ ക്ലീനായി കിട്ടും. നമ്മളിതിൽ സോഡാപ്പൊടിയും വിനെഗറും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ കട്ടിയുള്ള അഴുക്കുകളും മെഴുക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ഇളകി പോരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളും ഇതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറക്കരുതേ. പിന്നെ ഈ ഒരു സൊല്യൂഷൻ ഒരു രൂക്ഷഗന്ധമാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇത് ശ്വസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോയെന്ന് ചിലർക്കൊക്കെ സംശയം വരാം. ഒരു കുഴപ്പമില്ല. ഞാൻ കുറേ നാളുകളായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നതാണ്. ലെമൺ ഗ്രാസ് ഓയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നതുമല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഞാനൊന്ന് ഒറ്റ തവണ ഇതൊന്ന് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തതുള്ളൂ. ഒറ്റ തവണത്തെ ആ ഒരു യൂസ് കൊണ്ട് തന്നെ എല്ലാ അഴുക്കുകളും നന്നായിട്ട് പോയി നമ്മുടെ സ്റ്റൗവൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു തവണ നമ്മളിതുപോലെ സ്പ്രേ ചെയ്തൊന്ന് തുടച്ചതിന് ശേഷം നന്നായിട്ട് ക്ലീനായി കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് വേണം ഗ്യാസ് സ്റ്റവ് ഒന്ന് തുടയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ തുണി നനച്ച് തുടയ്ക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും വരുന്നില്ല. ഒറ്റ തവണ നമുക്കിത് നല്ല ക്ലീനായി തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൽ കൂടെയൊക്കെ പാറ്റ കയറി വരാറുണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിലേക്കും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടെയും പാറ്റ കയറി വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇനി ഇത് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സ്പ്രേ കൊണ്ട് പാറ്റ ചാവുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. ഭിത്തിയിലിരിക്കുന്ന ഒരു പാറ്റയുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴേക്കും പാറ്റ താഴോട്ട് വീണിട്ടുണ്ട്. തൊട്ടപ്പുറേ ഒരു കുഞ്ഞെട്ടുകാലിയും ചത്ത് കിടക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറം ഒരു പാറ്റയും ചത്ത് കിടപ്പുണ്ട്. ഇത് നമ്മൾ രാത്രിയിലാണ് ഞാനിത് സ്പ്രേ ചെയ്ത് നോക്കിയത്. പിന്നെ രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ പാറ്റ ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. ഞാൻ വിചാരിച്ചു പാറ്റ ബോധം കെട്ട് പോയതായിരിക്കും. സാധാരണ നമ്മുടെ സോപ്പ് പതയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പാറ്റ ബോധം കെട്ട് പോകാറുണ്ട്, പിന്നെ അത് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു സൊല്യൂഷനല്ല. പാറ്റയൊക്കെ ചാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ മാത്രമല്ല, ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് നമ്മുടെ റൂമിലുള്ള ഏതൊരു കോർണറിലും നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക.
ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ പച്ചരിയോ പുഴുങ്ങലരിയോ ഒക്കെ കൂടുതൽ വാങ്ങി വെക്കുന്ന സമയത്ത് അതിൽ ചെള്ള് വരാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ചെള്ള് വരാതിരിക്കാനായിട്ട് കുറേയധികം ടിപ്സുകളും ട്രിക്കുകളും ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് ഏതാണെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് ഗ്രാമ്പൂ ഇങ്ങനെ മാലയായിട്ട് കോർത്തതിന് ശേഷം ഈ ഒരു അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ചെള്ളുണ്ടെങ്കിൽ അത് പുറത്ത് പോകാനും പിന്നെ ചെള്ള് വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. കൂടുതൽ അരിയൊക്കെ വാങ്ങി വെക്കുന്നവർക്കാണ് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇതിൽ മാല പോലെ കോർത്ത് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അരി എടുക്കുന്ന സമയത്ത് ഇത് ലൂസായിട്ട് ഇടുകയാണെങ്കിൽ, ഗ്രാമ്പൂ ഇതുപോലെ ലൂസായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് അരി എടുക്കുന്ന സമയം ഓരോന്നോരോന്നായി പെറുക്കി മാറ്റേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാലയാക്കി കെട്ടിയിടുന്നത്. ഇങ്ങനെ മാലയാക്കി കെട്ടിയിടുമ്പോൾ നമ്മൾ അരി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ അരിയുടെ ഈ നാഴിയിൽ പെട്ടാലും ഇതിങ്ങനെ എടുത്ത് മാറ്റാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറേയൊക്കെ ആൾക്കാർക്ക് അറിയാവുന്നൊരു ടിപ്പാണ്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിട്ട് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞ് ടിപ്സാണ്. നമ്മളിതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് കോഫി പൗഡറൊക്കെ വാങ്ങി വെക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. എന്നാൽ ഇത് കുറച്ചധികം കാലം നമുക്ക് കേട് വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കട്ട കുത്തി പോകാതിരിക്കാനായിട്ട് ഇതുപോലെ അരിമണി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ അരിമണിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല, കാരണം നമ്മൾ അരിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, വളരെ യൂസ്ഫുള്ളായിരിക്കും. ഇതുപോലെ കാപ്പിപ്പൊടിയൊക്കെ വാങ്ങുന്ന സമയത്ത് അത് ഒരുപാട് കട്ടയായി പോകാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി അടുത്ത നമ്മുടെ ടിപ്പ് വന്നിട്ട്, നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോട്ടിൽ ഇതുപോലെ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പം നല്ല സ്മെല്ല് വരാറുണ്ടല്ലേ. അത് നമ്മൾ എത്രത്തോളം ബ്രഷ് ഇട്ട് കഴിയുമെന്ന് പറഞ്ഞാലും ആ ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉപ്പ് കല്ലെടുക്കുക, എന്നിട്ട് ഇതുപോലെ ബോട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഉപ്പ് കല്ലിട്ട് ബോട്ടിൽ നന്നായി വാഷ് ചെയ്യുന്ന സമയത്ത് അഴുക്ക് സ്മെല്ലും അതുപോലെ എന്തെങ്കിലും അഴുക്കൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ നന്നായിട്ട് മാറാനായിട്ട് സഹായിക്കും. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പ് കല്ലും തിളച്ച വെള്ളം കൂടെ ആകുമ്പോഴേക്കും നല്ലപോലെ നമ്മുടെ ബോട്ടിൽ നന്നായി ക്ലീനായി കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായി ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്യുമ്പോൾ ഉപ്പുകല്ലും ചൂടുവെള്ളവും കൂടെ എല്ലാ ഭാഗത്തേക്കും എത്തി ബോട്ടിലൊക്കെ നല്ല ക്ലീൻ ആകാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ബോട്ടിലൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആക്കി തന്നെ വെച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഞാനിതുപോലെ വാഷ് ചെയ്തെടുത്ത ബോട്ടിലാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടി ചെറുതായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കാതെ നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഷേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്നായി അടച്ചതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി വാഷ് ചെയ്തും കൂടി എടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറേ കിച്ചൺ ടിപ്സുകളാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. ഇതിൽ എനിക്കറിയാത്ത കുറേയധികം ടിപ്സുകൾ നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തരിക. വീണ്ടും നമുക്ക് പുതിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.